എന്താടോ മോളെ അതൊന്ന് മേടിച്ചു നോക്കി. എന്താ നോക്ക്. എന്താടി എന്താടീ? എന്താടി? വേണമെങ്കിൽ ഒന്നെടുത്ത് വട്ടം കറക്കിക്കോ വിഷ്ണുട്ടാ. സന്തോഷമുള്ള കാര്യ. ശാലിനിക്ക് സിവിൽ സർവീസ് ഇന്റർവ്യൂവിനുള്ള ലെറ്റർ ഇത്. എടോ കളക്ടറാകാനുള്ള മോഹം മനസ്സെന്ന് മായ്ച്ചു കളയാന്ന് ഞാൻ സത്യം ചെയ്യുന്നു. രണ്ടാം റാങ്ക് ആയതുകൊണ്ട് സെലക്ഷൻ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവില്ലെന്നല്ലേ മോള് പറഞ്ഞത്. പിന്നെ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത്? അമ്മ പോണ്ടെന്ന് പറഞ്ഞത് ഓർത്തിട്ടാണോ? സത്യാമ്മയ്ക്ക് ഞാൻ വാക്കു കൊടുത്തല്ലേ സിവിൽ സർവീസ് മോഹം ഉപേക്ഷിക്കാന്ന്. ഇത്രയും വലിയ സ്വപ്നം കയ്യെത്തി പിടിച്ചിട്ട് അതങ്ങ് വിട്ടുകളയാന്നോ? വാക്കാണ് സത്യം എന്നല്ല അച്ഛാ സത്യാമ്മ പറയുന്നത്. സത്യാമ്മ ഇനി ആ തീരുമാനത്തിന് പിന്നൊക്കും പോവില്ല. അല്ല, പക്ഷെ ഇവിടെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ മോളെ. ഒരു ഐഡിയ ഉണ്ട് അച്ഛാ. ഇതൊക്കെ നടക്കുവച്ചാ? നടക്കൂടാ. ഇതിൽ ഭാമ വീഴും. അത്ര വലിയ കരിമ്പാരക്കെട്ടൊന്നും അല്ലടാ നിന്റെ അമ്മയുടെ ഹൃദയേ. അബദ്ധം പറ്റിയെന്നും പറഞ്ഞ് എന്റെ തലേ കയറി മറിയാമെന്നുണ്ടല്ലോ. അബദ്ധമല്ലാതെ തന്നെ ഞാനതങ്ങ് ചെയ്തെന്ന് വരും. പിന്നെ നരകത്തിന്റെ വാതിൽക്കല് പോയി നിന്ന് നടത്തേണ്ടി വരും നിങ്ങൾക്ക് ഈ പഞ്ചായത്ത്. ഇങ്ങോട്ടെങ്ങനെയാണോ അതേപോലെ തന്നെയായിരിക്കും അങ്ങോട്ടും. കന്നന്തിരവും പരദൂഷണവും ഒന്നും വേണ്ട. അങ്ങനെ ഉണ്ടായ ദേ ഈ കസേരയുടെ അടുത്ത് ഞാൻ ദേ പൊക്കിയ ഗേറ്റിന് പുറത്തേക്കിടും. ഓർത്തോ. ശാരികേ, ശാരികേ. എന്താ അമ്മേ? കുറച്ച് വെള്ളം വേണമായിരുന്നു. ഞാനിപ്പോ കൊണ്ടുവരാമേ. ദേ രാജീവ് സാറ് വരാറായിട്ടുണ്ട്. അമ്മ ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും സാറിനോടോ അമ്മാവനോടോ പറയില്ലെന്നാ എന്റെ ഒരു വിശ്വാസം. ഇനി പറഞ്ഞാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. നമുക്കിവിടെ പഴയതുപോലെ അടിയും ബഹളോട്ടൊക്കെയും കൂടാം. എന്തായാലും ഞാനിവിടുന്ന് ഇറങ്ങുമെന്ന് അമ്മ വിചാരിക്കണ്ട. ഇറങ്ങേണ്ടി വരുന്നത് അമ്മയായിരിക്കും. അത് എപ്പോഴും ഓർമ്മ വേണം. നിൽക്കേണ്ട സ്ഥാനത്ത് നിന്നാ ഒരമ്മയെന്നുള്ള സ്നേഹവും ബഹുമാനവും എന്നും ഉണ്ടായിരിക്കും. മരുന്നും ഭക്ഷണവും വിശ്രമവും ഒക്കെ കൃത്യസമയത്ത് കിട്ടും. എങ്ങനെ മുമ്പോട്ട് പോണെന്ന് അമ്മ തന്നെ തീരുമാനിച്ചോ. ദേ അവര് വരുന്നുണ്ട്. ഞാനേ വെള്ളം എടുത്തിട്ട് വരാം. ഓ, വഴിന്ന് രാജീവരെ കണ്ടത് ഉപകാരമായി. എന്തായാലും നടക്കാതെ കഴിഞ്ഞു. കൃഷ്ണകുട്ടി ചേട്ടാ. എന്താ വിജയേ? രണ്ടുപേരും നിന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തുവാ? അതെ, ആ ജയ്സമ്മ ഉണ്ടല്ലോ, നമ്മുടെ അയൽവക്കക്കാരി. ജയ്സമ്മ. ജയ്സമ്മക്ക് എന്തു പറ്റി? അല്ല,
ഇവിടെ ഇപ്പൊ ആരാ ജയ്സമ്മയുടെ കാര്യം പറഞ്ഞേ? താമേ വെള്ളം. ആ അമ്മയ്ക്ക് കുടിക്കാനൊരു ചായ എടുക്കട്ടെ, മുമ്പത്തെ പോലെ? ആ വേണ്ട. അമ്മാവനോ? ആ വേണമെങ്കിൽ ഒരു ചായ ആവാം. അയ്യോ വേണ്ട കൃഷ്ണകുട്ടി ചേട്ടാ. അതെന്താ വിജയേ? അല്ല, ഈ ചൂടത്തെ ചായ വേണ്ടെന്ന് കരുതിയാ. കൃഷ്ണകുട്ടി ചേട്ടനൊന്ന് വിശ്രമിക്കും, അത് കഴിഞ്ഞ് ചായയൊക്കെ ഞാൻ ഇട്ട് തരാം. അമ്മയ്ക്ക് എന്തൊരു പേടിയും പരിഭ്രമൊക്കെ പോലെ. എന്തിനാ ഞങ്ങളവിടെ പിടിച്ചിർത്തിയിരിക്കുന്നേ? എന്തു ഈ ജയ്സമ്മയുടെ പ്രശ്നം? ആ ജയ്സമ്മ എന്ന് പറയുന്നത് മഹാവിഷമാ. ആൾക്കാരെ തമ്മിൽ അടുപ്പിക്കുക പണി. ഇന്നിവിടെ വന്നിരുന്നു, ശാരിക മോളുടെ കുറ്റവും കുറവും പറഞ്ഞോണ്ട് ഞാൻ അടിച്ചിറക്കി വിട്ടു. ഇനി ഈ അടിച്ചതിന്റെ അകത്ത് കയറ്റരുതെന്നാ ഞാൻ പറഞ്ഞോണ്ട് വന്നേ. ഇത്ര നിസ്സാര കാര്യം പറയാനാണോ അമ്മ ഈ ബിൽഡപ്പ് ഒക്കെ? ജയ്സമ്മ ഇവിടെ കയറ്റണമെന്നാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ അങ്ങനെ തന്നെ. അതിലേക്കൊക്കെ ഞങ്ങൾ എന്തിനാ പിടിച്ചിരുന്നേ? കഷ്ടത്തിൽ. എന്താ വിജയേ? നിനക്ക് എന്താ പറ്റിയത്? എനിക്കെന്ത് പറ്റാൻ? അല്ല, നിന്റെ നിൽപ്പും പഴുതിയൊക്കെ കണ്ടിട്ട് എന്തോ പണി കിട്ടിയ ലക്ഷണം ഉണ്ടല്ലോ. പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ. എന്ത് പറ്റിയെന്ന് പറ. അതെ, കൃഷ്ണൻകുട്ടി ചേട്ടനോട് മാത്രം ഞാൻ പറയാം. ആ പറയ്. അതെ, ശാരികയുടെ കാര്യോ? ആ പറയേ. അതെ, ശാരിക. ചാരിക ഇനി പറഞ്ഞാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. നമുക്കിവിടെ പഴയതുപോലെ അടിയും ബഹളോട്ടൊക്കെ കൂടാം. എന്തായാലും ഞാൻ ഇവിടുന്ന് ഇറങ്ങുമെന്ന് അമ്മ വിചാരിക്കണ്ട. ഇറങ്ങേണ്ടി വരുന്നത് അമ്മയായിരിക്കും. എന്താ വിജയേ? നീ കാര്യം പറ. എന്താ? ശാരിക നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമല്ല കൃഷ്ണൻകുട്ടി ചേട്ടാ. പിന്നെ വളരെ നല്ല കുട്ടിയാ. നിനക്കെന്താടി തലയ്ക്ക് പ്രാന്തായോ? ആ ഇപ്പൊ അത്ര അറിഞ്ഞാ മതി. അതാ എനിക്ക് കൃഷ്ണൻകുട്ടി ചേട്ടന് നല്ലത്. ആ പിന്നെ ചായ കുടിക്കുമ്പോ സൂക്ഷിച്ചേക്കണേ. ഇവിടെ ബാത്റൂം 2 ഉള്ളൂ, കേട്ടല്ലോ? എന്തോ കുഴപ്പമുണ്ടല്ലോ. ദേ മാറ്റാനുള്ള ഡ്രസ്സ്. ഞാനേ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ഇയാളൊന്ന് നിക്ക്. അമ്മയ്ക്കേ ആകെ ഒരു മാറ്റം. ഏഷണിയും പരിദൂഷണവും ഒന്നും വേണ്ടാന്ന്. താൻ എന്ത് മാജിക്കാ കാണിച്ചേ? ആ മാജിക്കിന്റെ പേര് സ്നേഹം എന്നാ സാറേ. ആ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങള് അല്പം വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറായ അവിടെ സ്നേഹവും സമാധാനവും മാത്രമേ ഉണ്ടാവൂ. ഇപ്പഴാ താൻ ശരിക്കും ഒരു വീട്ടമ്മയാ. എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട്. ഞാനിത് കുറച്ച് മുമ്പേ ചെയ്യേണ്ടതായിരുന്നു.
അല്ല ഈ ലെറ്റർ എന്താ ചെയ്യണ്ടേ? കീറിക്കളയല്ലേ? വിഷ്ണു എന്താ ഈ പറയുന്നത്? വേറെ ഒരു ലെറ്റർ ആണോ അത്? സിവിൽ സർവീസ് ഇന്റർവ്യൂവിന്റെ ഇൻവിറ്റേഷൻ ലെറ്റർ അല്ലേ അത്? ഓ പിന്നെ എന്തോന്ന് സിവിൽ സർവീസ്, അതിനൊന്നും പോണ്ടെന്നല്ല അമ്മ ശാലിനോട് പറഞ്ഞത്. ആ സ്വപ്നം ഉപേക്ഷിക്കാന്ന് ശാലിനി അമ്മയ്ക്ക് വാക്ക് കൊടുക്കുകയും ചെയ്തില്ലേ? പിന്നെന്താ? പിന്നെ അത് കീറി കളയണ തന്നെ നല്ലത്. ഞാനിത് കീറാൻ പോവാ. വിഷ്ണുട്ടാ, കീറി കളയായിരുന്നു വിഷ്ണുട്ടാ. പക്ഷേ ഇത് വെറും ഒരു കടലാസല്ല. എത്രയോ രാത്രികൾ ഉറക്കൊഴിഞ്ഞ് പഠിച്ച ശാലിനി ഇത് സമ്പാദിച്ചേ. ഞാൻ കോമയിലായിരുന്ന കാലം ഓർമ്മയില്ലേ വിഷ്ണുട്ടന്? അന്ന് ഒരു കയ്യിൽ എന്റെ കുഞ്ഞിനെ മറു കയ്യിൽ പുസ്തകം വെച്ച് പഠിക്കുമ്പോ മുന്നിലുണ്ടായിരുന്നത് ദാരിദ്ര്യം മാത്രമല്ലേ? വിഷ്ണുട്ടന് തടിമില്ല ജോലി, മടങ്ങി ഇങ്ങോട്ട് വരുമെന്ന ഒരു പ്രതീക്ഷയുമില്ല. തിരികെ വന്നതും നിങ്ങളുടെ ആവശ്യപ്രകാരം ആയിരുന്നില്ലല്ലോ. അന്ന് നിങ്ങൾക്ക് ഒരു സ്റ്റാർ ഹോട്ടലൊന്നും സ്വപ്നം കാണാൻ പോലും പറ്റില്ലല്ലോ. ഒരു 2 ലക്ഷം രൂപയ്ക്ക് വേണ്ടി സൈക്കിൾ റേസിൽ പങ്കെടുത്ത് വിഷ്ണുട്ടൻ എന്തൊക്കെ കഷ്ടപ്പാടുകളാ സഹിച്ചേ. അത് പിന്നെ ഒടുവില് ആ തടിമില്ലിലെ ജോലിയും പോയി. പിന്നൊരു മൊബൈൽ റെസ്റ്റോറന്റ്, അരിയാട്ടി മാവരച്ചും രാപ്പകല് ശാലിനി അവിടെ ജോലി ചെയ്യുന്നതിനിടെ എന്റെ കുഞ്ഞിനെ നോക്കിയില്ലേ? നമ്മുടെ പാറുവിന് ഒരു കുറവും വരുത്തിയില്ല. കൂരിരുട്ടിൽ ശാലിനിക്ക് പ്രതീക്ഷയുടെ ഒരു ചെറുതിരി വെട്ടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ പ്രതീക്ഷ ഇന്ന് പൂവണിഞ്ഞിരിക്കുന്നെ. അത് ഇങ്ങനെ പിച്ചു ചിന്തി കളയാവുന്ന അത് ചിലപ്പോ പിച്ചി ചീന്തി കളഞ്ഞിരിക്കും. പിന്നെ ഞാൻ കോമയിൽ കടന്നപ്പോ എന്റെ പാറുവിന് വേണ്ടി ഞാനായി ശാലിനി. എനിക്ക് പാറു എന്താണോ അതുപോലെയാ ശാലിനിക്ക് ജോലി. അവളുടെ സ്വപ്നങ്ങള്, പ്രതീക്ഷകള്, മോഹങ്ങള് എല്ലാം ഇതുമായിട്ട് കൊരുത്തു വെച്ചിരിക്കുക. ഞാൻ പാറുവിനെ ഉപേക്ഷിക്കുന്നത് പോലെ തന്നെയാ ശാലിനി ഈ മോഹം ഉപേക്ഷിക്കുന്നത്. എന്റെ പാറുവിന് വേണ്ടി ഇത്രയൊക്കെ ചെയ്ത ശാലിനിക്ക് വേണ്ടി ഞാൻ ഇത്രയെങ്കിലും ചെയ്യണ്ടേ വിഷ്ണുട്ടാ? നീ ഒന്നും ചെയ്യണ്ട. ആ ലെറ്റർ ഇല്ല. മിണ്ടാരി. അതെ എടാ, ഇത് വെച്ചൊരു തർക്കമൊന്നും വേണ്ട. പ്രീതി പറഞ്ഞൊക്കെ തന്നെയാ എന്റെ അഭിപ്രായം. അതെങ്ങനെ ശരിയും? പക്ഷേ ശാലിനി ഭാമയ്ക്ക് വാക്ക് നൽകി സ്ഥിതിക്ക് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടതേ ഭാമയാ. അമ്മ പറയട്ടെ. അമ്മ പറയുമല്ലോ. ഭാമ തീരുമാനിക്കട്ടെ ഈ ലെറ്റർ എന്ത് വേണമെന്ന്. അമ്മ പറയട്ടെ. കീറിക്കളയണമെന്നാണ് തീരുമാനമെങ്കിൽ അവള് തന്നെ കീറിക്കളയട്ടെ. പ്രീതി അതും കൊടുത്തേ. കൊടുക്കടി. അച്ഛൻ പറഞ്ഞു കേട്ടോ. എങ്ങനെ തന്നെ അമ്മ എന്താ ചെയ്യട്ടെ?
ഇനിയിപ്പോൾ എന്തുകൊണ്ടിരിക്കാനാ? മോളെ വന്നേ. പോ. ഞാൻ പോവാ. കേറുന്നില്ല. പോവാം. ഈശ്വരാ, കേറല്ലേ. പോവാ. കുട്ടി എന്ത് ബുദ്ധിമോശ കാണിച്ചത്. സിവിൽ സർവീസ് കിട്ടുമെന്ന് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ അത് കഴിഞ്ഞിട്ട് മതിയായിരുന്നല്ലോ കല്യാണം. സ്വന്തം സ്റ്റാൻഡേർഡിനനുസരിച്ചുള്ള ബന്ധവും കിട്ടിയേനെ. ഒരു IAS കാരനെയോ IPS കാരനെയോ കിട്ടില്ലായിരുന്നു. ഇവനെന്നും മാർക്കറ്റിലെ വട്ടിപ്പിരിവുകാരൻ തന്നെയല്ലേ? അതല്ലെങ്കിൽ കായലരികത്തെ തട്ടുകടയിലെ പൊറോട്ട അടിക്കാരൻ. നിന്റെ മരുമകളുടെ പെട്ടിയെടുക്കാനുള്ള യോഗ്യത ഉണ്ടാവോ ഇവന്? ഇവന് വേണ്ടി ഞാനൊരു ബിസിനസ് ഇന്നലെ തുടങ്ങി വെച്ചു. അതിന്റെ ലൈസൻസ് ഇപ്പോ ആരുടെ പേരിലാണെന്നൊന്ന് ചോദിച്ചു നോക്ക്. ശാരദാമ്മേ, നിങ്ങളുടെ മോളുടെ പേരിലത്. ഇത് വെറും ഒരു കടലാസല്ല. എത്രയോ രാത്രികൾ ഉറക്കൊഴിഞ്ഞ് പഠിച്ച ശാലിനി ഇത് സമ്പാദിച്ച. കൂരിരുട്ടിൽ ശാലിനിക്ക് പ്രതീക്ഷയുടെ ഒരു ചെറുതിരി വെട്ടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ പ്രതീക്ഷ ഇന്ന് പൂവണിഞ്ഞിരിക്കുന്ന. അത് ഇങ്ങനെ പിച്ചു ചിന്തി കളയാവുന്ന